ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നാടൻ ചിക്കൻ കറി. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടൻ. എത്ര കിലോ ആണെന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ കൊണ്ടുവച്ചിട്ട് ഏട്ടൻ അപ്പം തന്നെ അമ്പലത്തിലേക്ക് പോയി. ഷഷ്ടിയാണ്, അമ്പലത്തിൽ ഷഷ്ടി പൂജയാണ്. അപ്പം അങ്ങോട്ട് പോയി. അതുകൊണ്ട് അതെനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ചിക്കൻ ചട്ടിയിലെടുത്ത് വെച്ച് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ ചിലപ്പം ഞാൻ ഈ നാരങ്ങാ നീരൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാറുണ്ട്, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കും. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ പുളിപ്പ് മാറ്റിയെടുക്കാറ്. കണ്ടില്ലേ, 2 ചിക്കൻ കാലുണ്ട്. ഇത് കാശിക്ക് പൊരിച്ചു കൊടുക്കാനുള്ളതാണ്. അവന് ചിക്കൻ കാലാണ് ഇഷ്ടം, അതാണ് കൂടുതൽ കഴിക്കുക. അപ്പം നമുക്ക് കറി വയ്ക്കാൻ പോയാലോ? വായോ. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബ്ലഡിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തില്ല, എനിക്ക് എന്തോ പോലെയാണ്. അപ്പം ഞാൻ അതൊക്കെ കഴുകിയെടുത്ത് എൻ്റെ അമ്മമ്മ ഇങ്ങനെ കഴുകിയെടുത്ത് കൊണ്ടുവന്ന ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ രീതിയിൽ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് വയ്ക്കും. കുറച്ച് സമയം അങ്ങനെ കുഴച്ച് വെച്ചിട്ട് കറി വെക്കുന്നത് നല്ലതെന്നാണ് അമ്മമ്മ പറയാറ്. അപ്പം ഞാനും അങ്ങനെ അത് പഠിച്ചു കേട്ടോ. ഞാനിന്ന് ഉരുളിയിലാണ് കറി വയ്ക്കുന്നത്. ഇത് എൻ്റെ അമ്മ തന്ന ഉരുളിയാണ് കേട്ടോ. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ അമ്മമാർ നമുക്ക് ഇങ്ങനെയൊക്കെ തരത്തില്ലേ പാത്രം, അങ്ങനെ എനിക്ക് തന്ന ഉരുളിയായിരുന്നത്. അങ്ങനെ ചിക്കനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുവാണ്. സവോളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വഴറ്റിയെടുക്കുക. ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം അതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. അതിന് ശേഷം പൊടികളിടണം. ഞാനിതിൽ മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഈ സവോളയിൽ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ അപ്പം ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ആദ്യം ഈ പൊടികൾ മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് ഇച്ചിരി ചുടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. അതിന് ശേഷം മുളക് പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ എടുത്തിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കും. കണ്ടില്ലേ, വേവിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതല്ല കേട്ടോ ഇതിൻ്റെ കളറ്. ഇതിലെ വീഡിയോയിൽ എന്താ അറിയില്ല, കുറച്ച് കളറ് കുറവുള്ള പോലെ തോന്നുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ അത് നന്നായിട്ട് വെന്ത് വരുമ്പം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും ഇട്ടിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചാണ്, ചിക്കൻ എത്രയുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇടേണ്ടത്. അങ്ങനെ അതിനനുസരിച്ച് പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് ചിക്കൻ വെന്ത് വരുന്നുണ്ട്. അതിന് ശേഷം കുരുമുളക് പൊടി, ഇത് പച്ചയല്ല, സാധാ കുരുമുളക് പൊടിച്ചെടുത്തതാണ്. ഇവിടെ എൻ്റെ മദറിലോ അവിടെ കുരുമുളക് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് തരുന്നതാണ് ഇതൊക്കെ. അപ്പം അത് പൊടിച്ചെടുത്ത്, കുരുമുളക് പൊടിയല്ല, വാങ്ങുന്ന പൊടിയല്ല, ഈ കുരുമുളക് പൊടിച്ച് നമ്മൾ ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ലോണം വേവിച്ചെടുക്കും. എന്താ വെച്ചാൽ നമ്മൾ ഈ കുക്കറിലല്ലാതെ ഈ ഉരുളിയിൽ വെക്കുമ്പം ചിക്കൻ കുറച്ച് അത്യാവശ്യം വേവാനുണ്ടാവുമല്ലോ. അതിന് ശേഷം വേവിച്ചെടുത്തതിന് ശേഷം കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇല്ലാത്ത കറിയില്ല എനിക്ക്. കറിവേപ്പില ഇട്ട് പിന്നെ കുറച്ച് മല്ലിയില അതും കൂടെ ഇടുന്നുണ്ട്. ചിലർക്ക് മല്ലിയില ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മല്ലിയിലയും കൂടെ ഇടും. മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ എൻ്റെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കൊള്ളാവാ, എങ്ങനെയുണ്ട്? കാണാനൊക്കെ ലുക്കുണ്ടല്ലേ? ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ഇതിൽ പിന്നെ പച്ചവെള്ളം നമ്മൾ ഇത് വഴറ്റി കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ ചുടുവെള്ളം തന്നെ ഒഴിച്ചെടുക്കണം. അതിന് ശേഷം കുറച്ച് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ ഇടയിൽ ഇതായിരുന്നു എനിക്ക് പണി. അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മമ്മ ചക്കയും കൂടെ കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ചപ്പോൾ എനിക്ക് പ്രമോദപ്രയോഗം ലൈവിൽ വരുന്ന അതിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ ഇത് മോരുകറി ഉണ്ട്. ഇളവങ്കായിട്ടൊരു മോരുകറി ഉണ്ടാക്കി. പിന്നെ കാശിയുടെ ചിക്കൻ അപ്പുറത്ത് റെഡിയാവുന്നുണ്ട്. പിന്നെ ഒരു തോരനും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തില്ല. എല്ലാം കൂടെ എനിക്ക് മടിയായി. ചിക്കൻ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.